34 വർഷങ്ങളായി പത്മരാജൻ എന്ന ഈ അതുല്യ പ്രതിഭ നമ്മെ വിട്ടുപിരിഞ്ഞു പോയിട്ട്. ജനുവരി 23-നാണ് ഞാൻ ഗന്ധർവൻ എന്ന് പറയുന്ന ചിത്രത്തിന്റെ പ്രിവ്യൂവിന് വേണ്ടി പോയിരിക്കുകയായിരുന്നു അല്ലേ? പ്രിവ്യൂ ഷോ എല്ലാ സ്ഥലത്തും ഇട്ടൊന്ന് കാണിക്കണം. പടം കളക്ഷൻ മോശമാണ്, ഫസ്റ്റ് ഡേ കളക്ഷൻ മോശമാണ്. അത് കാരണം ഗന്ധർവനെയും കൊണ്ടൊന്ന് പോകണം എന്ന് പറഞ്ഞിട്ട് നിതീഷ് ഭരദ്വാജിനെയും കൂട്ടി പോവുമായിരുന്നു. അദ്ദേഹത്തിന് യാതൊരു താല്പര്യം ഉണ്ടായിരുന്നു പോവാൻ. പറഞ്ഞു എനിക്ക് വയ്യ ഈ താര പ്രകടനം അവിടെ കൊണ്ട് കാണിക്കാനൊന്നും. പ്രമോഷന് വേണ്ടി നിർബന്ധിച്ച് ഞാൻ തന്നെ നിർബന്ധിച്ച് പോവൂ എന്ന് പറഞ്ഞ ഒരു ചൊവ്വാഴ്ച സന്ധ്യയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പോകുന്നതിന് മുമ്പ് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിരുന്നു. പടം റിലീസായതിനു ശേഷം ആകെ നിരാശനായിരുന്നു. കാരണം കളക്ഷൻ പ്രതീക്ഷ പോലൊന്നും ഉണ്ടായില്ല. എതിരഭിപ്രായങ്ങൾ ഒത്തിരി വരികയും ചെയ്തു ഗന്ധർവൻ. അത് പപ്പേട്ടനെ ശരിക്കും അത് ബാധിച്ചിരുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. ഞാനും പപ്പേട്ടനും ഗുഡ് നൈറ്റ് മോഹൻ ഞങ്ങൾ ഒരുമിച്ചിരുന്നിട്ട് കുറേ നേരം സംസാരിച്ചായിരുന്നു ഈ പടത്തെ കുറിച്ചിട്ട്. അത് ഇതുപോലെ പലവട്ടം ഇതിനു മുമ്പും ഇങ്ങനെ സംഭാഷണങ്ങൾ ഉണ്ടാകാറുണ്ട്. ഞാൻ പരസ്യം ചെയ്യാത്ത പടത്തിനാണെങ്കിൽ പോലും അങ്ങനെയുള്ള ഒരിക്കലും ഗാന്ധിമതി ബാലനും അരപ്പട്ട കിട്ടിയ ഗ്രാമത്തിൽ വന്നപ്പോഴത്തേക്കാണ് അത് റിലീസായി കഴിഞ്ഞപ്പം അതിനും ഈ പറഞ്ഞ പോലെ കളക്ഷൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ പപ്പേട്ടനൊക്കെ നീ പരസ്യമൊക്കെ ചെയ്യുന്ന ആളല്ലേ, എന്താണ് ഇതിൻ്റെ അകത്ത് ഈ വന്നിരിക്കുന്നത് പറഞ്ഞു. പപ്പേട്ട പരസ്യത്തിൻ്റെ കുഴപ്പമൊന്നുമല്ല, ആ പടത്തിൻ്റെ അതിൻ്റെ തീം. ഇപ്പം ഞാൻ വീട്ടിൽ സിനിമ കാണാൻ പോകുന്ന ആളാണ്. എൻ്റെ അമ്മയും സഹോദരിമാരും ഒക്കെ പോകും. ചിലപ്പോൾ ഞാൻ കോട്ടയത്ത് പോയി കണ്ടതിന് ശേഷം നാട്ടിൽ വരുമ്പോൾ ആയിരിക്കും ഇവർ സിനിമ കാണാൻ പോകുന്നത്. അപ്പോൾ അവർ നാച്ചുറലി എന്തൊക്കെ ചോദിക്കും, എന്നാ മോനെ ആ പടത്തിൻ്റെ കഥ എന്നാന്ന് ചോദിക്കും. എനിക്ക് അമ്മയുടെ അടുക്കൽ കഥ പറയാൻ പറ്റും ഇതിൻ്റെ, പ്രത്യേകിച്ച് അന്നത്തെ കാലത്ത്. പപ്പേട്ടൻ ഞടുങ്ങിപ്പോയി ശരിക്കും. ആ ഒരു തീം എന്ന് പറഞ്ഞാൽ നമ്മൾ ജനറലി പറയുമ്പോഴത്തേക്കും എല്ലാവരും ആർട്ടിക്കിൾ എഴുതും ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഭയങ്കര വിപ്ലവമാണ്, ഭയങ്കര വിപ്ലവകരമായിട്ടുള്ള ഐഡിയ ആണെന്നൊക്കെ പറയാം. പക്ഷേ കുടുംബ സദസ്സുകൾ കാലമാണ്